ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്മാർട്ടിൽ ലെയർ മാട്രിക്സ് ഉപയോഗിച്ച് ചെയ്ത ഒരു ഡ്രോയിങ്ങിനെ എങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ലോഗിൻ ചെയ്തു വെച്ച സ്മാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ സർവീസസിൽ നിന്നും ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ നിന്നും സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ബിൽഡിംഗ് പ്ലാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ്, അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി ഇതെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ്, ഇപ്പോൾ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലോക്കൽ ബോഡി ഏതാണോ അതിൻ്റെ പേരും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് മീറ്റർ യൂണിറ്റിലായിരിക്കണം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ് 1:1 സ്കെയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് റെഫറൻസ് ഒന്നും ഡ്രോയിങ്ങിൽ പാടില്ല. ഇൻ്റർ കണക്റ്റഡ് ഹാച്ചസും പാടില്ല. സ്പ്ലൈൻ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മൾട്ടി ലൈൻ ടെക്സ്റ്റുകളൊന്നും പാടില്ല. അതുപോലെ അപ്ലോഡ് ചെയ്ത ഡ്രോയിങ്ങിൽ 0 ലെയർ ഒന്നും പാടില്ല. അതുപോലെ ലൈൻ വെയ്റ്റ് ബൈ ലെയറിലായിരിക്കണം. അതുപോലെ സ്മാർട്ടിൻ്റെ തന്നെ ഡയമെൻഷൻ സ്റ്റൈൽ ഉപയോഗിച്ച് വേണം നമ്മൾ ഡ്രോയിങ് ചെയ്യാനായി. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ലെയർ മാട്രിക്സ് ഉപയോഗിച്ച് വേണം നമ്മുടെ ഡ്രോയിങ് ചെയ്തേക്കാൻ. അപ്പോൾ ഇത്രയും ഓക്കെ ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നമ്മുടേതെങ്കിൽ നമുക്ക് ഐ അഗ്രി കൊടുത്ത് ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഡ്രോയിങ്ങിൽ കറക്ഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റഡ് എന്നും, ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ റിജക്റ്റഡ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചെയ്ത ഡ്രോയിങ്ങിൽ കറക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് അക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. കറക്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കൃത്യമായും ആ റിപ്പോർട്ടിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് EDCR റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങിലെ എല്ലാ ഡീറ്റെയിൽസും ഈ റിപ്പോർട്ടിൽ കൃത്യമായും കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ PDF ഡ്രോയിങ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡ്രോയിങ്ങിൻ്റെ PDF ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൈറ്റ് പ്ലാൻ, അതുപോലെ തന്നെ സർവീസ് പ്ലാൻ, ബിൽഡിംഗ് പ്ലാൻ, യൂട്ടിലിറ്റി പ്ലാൻ, ഇവയെല്ലാം നമുക്ക് PDF ആയി ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.